വില്ലുവണ്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. കരിപ്പുഴയിലായിരുന്നു പരിപാടി നടത്തിയത്. വില്ലുവണ്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജന്മദിന ആഘോഷം സംഘടിപ്പിച്ചു. കരിപ്പുഴയിലാണ് ജന്മദിന ആഘോഷം നടത്തിയത്. പ്രശസ്ത നിരൂപകനും അംബേദ്കറിസ്റ്റുമായ അംബുജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്റെ ബുദ്ധിയെ, തന്റെ കഴിവിനെ ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിലേക്ക് പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം എഴുതിയ പുസ്തകം 1916 ജാതികൾ ഇന്ത്യയിൽ അഥവാ ഇന്ത്യയിലെ ജാതികൾ എന്ന പുസ്തകമാണ്. ആ പുസ്തകം സമ്മാനിച്ച നരവംശാസ്ത്ര സെമിനാറിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ്. ഒരുപക്ഷേ ആ പ്രബന്ധത്തിലാണ് എന്താണ് ജാതി എന്ന ചരിത്രപരമായ സാമൂഹ്യശാസ്ത്രപരമായ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നത് ബാബാ സാഹേബ് അംബേദ്കറാണ്. ഇന്നും ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളിൽ, ഗവേഷണങ്ങളിൽ ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്കോ അതുമല്ലെങ്കിൽ ഇന്ത്യയിലെ ചരിത്രകാരന്മാർക്കോ കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത ഒരു ചോദ്യമായി ജാതി ഒരു സമസ്യയായി നിലകൊള്ളുന്നു, യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജാതികൾ ഇന്ത്യയിൽ എന്ന ആദ്യ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ജാതി എന്ന് പറയുന്നത് എൻഡോഗമിയാണ്. കാസ്റ്റ് ഈസ് എൻഡോഗമി. ഒരു പ്രത്യേക വംശത്തിൽ ജനിച്ച മനുഷ്യർ അല്ലെ ജനിച്ചവർ എന്ന് വിചാരിക്കുന്നവർ അതേ വംശത്തിൽ തന്നെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും അതിൽ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു ഫിനോമിനൽ പ്രതിഭാസമാണ് ജാതി, സ്വജാതീയ വിവാഹം, എൻഡോഗമി. ജാതി മറ്റൊന്നുമല്ല. അപ്പൊ സാങ്കേതികമായി ജാതി എന്താണ് എന്ന് നിർവചിച്ച ബാബാ സാഹേബ് ബി.ആർ. അംബേദ്കറാണ് പിൽക്കാലത്ത് ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച ഇന്ത്യയിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ജാതി നിർമൂലനം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്ട് 1936 അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു. ആ പ്രസംഗം പുസ്തക രൂപേണ ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്നു. വില്ലുവണ്ടി കൂട്ടായ്മ ചെയർമാൻ ഹരികുമാർ മേനാമ്പള്ളി അധ്യക്ഷനായി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി. പുഷ്പരാജൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജന്മദിന സന്ദേശം നൽകി. വൈസ് ചെയർമാൻ രാജീവ് കരിപ്പുഴ, ജോയിന്റ് കൺവീനർ ശിവദാസൻ കണ്ടിയൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വില്ലുവണ്ടി കൂട്ടായ്മ കൺവീനർ അരവിന്ദ് മറ്റം സ്വാഗതവും ട്രസ്റ്റി ബസന്ത് കന്നിമേൽ കൃതജ്ഞതയും പറഞ്ഞു. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.